ശബരിമല നട തുറക്കാനുള്ള ഒരുക്കങ്ങളിലേക്ക് പോവുകയാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. സരീഷ് പി കെ ചേരുകയാണ് സന്നിധാനത്ത് നിന്ന്. സരീഷ്, ഇനി മണ്ഡലകാലത്തിലേക്കുള്ള തീർത്ഥാടകരുടെ വരവാണ്. എന്തായാലും ശബരിമല നട തുറന്നിരിക്കുന്നു. ഒരുപാട് ആളുകൾ അവിടെ എത്തിയതും ദൃശ്യങ്ങളിൽ കാണാം. ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഈ 18-ാം പടിക്ക് താഴെ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസം മുൻപ് തന്നെ ഈ പമ്പയിൽ എത്തുകയും അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി അവിടെ ക്യാമ്പ് ചെയ്ത് കാത്തു നിൽക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സ്വാമിമാരൊക്കെ തന്നെ ഇപ്പോൾ ഈ 18-ാം പടിക്ക് താഴെ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ചില സ്വാമിമാർ മാത്രമാണ് ഈ 18-ാം പടിക്ക് മുകളിലുള്ളത്. ക്ഷേത്രം തന്ത്രി മഹേശ്വരുടെ നേതൃത്വത്തിൽ ഈ പ്രദക്ഷിണം പൂർത്തിയാക്കുകയും അതിനുശേഷം അല്പസമയം മുൻപ് നിലവിലെ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ഈ നട തുറക്കുകയുമായിരുന്നു. ഇനിയുള്ളത് ഇനി പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഈ താഴെ ആഴി തെളിയിക്കുക എന്നുള്ളതാണ്. ക്ഷേത്രത്തിൽ നിന്നും, അതായത് സോപാനത്തിൽ നിന്നും കത്തിക്കുന്ന ദീപം അത് ക്ഷേത്രം മേൽശാന്തിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരികയും 18-ാം പടിക്ക് താഴെ ഇറങ്ങി 18-ാം പടിയിലൂടെ തന്നെ താഴെ ഇറങ്ങി താഴെയുള്ള ആഴിയിൽ സമർപ്പിക്കുകയും ചെയ്യുക. അതിനുശേഷമായിരിക്കും ഭക്തർക്ക് ദർശനം അനുവദിക്കുക. താഴെ 18-ാം പടിക്ക് താഴെ കാത്തു നിൽക്കുന്ന ഭക്തർക്കെല്ലാം തന്നെ ദർശനം അനുവദിക്കുക ഈ സമയത്തായിരിക്കും. അതിന് തൊട്ടു പിന്നാലെ ഏതാണ്ട് ദീപാരാധന കഴിഞ്ഞ ഉടനെയാണ് പുതിയ മേൽശാന്തിമാർ ഇങ്ങോട്ടേക്ക് എത്തുക. പുതിയ മേൽശാന്തി ഈ ശബരിമല മേൽശാന്തിയായി മേഘൽ പ്രസാദും അതോടൊപ്പം തന്നെ മാളികപ്പുറം മേൽശാന്തിയായി MP ഇന്ന് ചുമതലയേൽക്കും. എന്തായാലും ഈ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചടങ്ങുകളാണ് ഇനി നടക്കാൻ പോകുന്നത്. ഈ ശബരിമലയിലേക്ക് രക്തം നിറച്ച് വരുന്ന നിയുക്ത മേൽശാന്തിമാരെ തന്ത്രിയുടെ നേതൃത്വത്തിലാകും സ്വീകരിക്കുക. അവരെ ഈ സോപാനത്തിന് മുന്നിലേക്ക് എത്തിച്ച് ഈ തീർത്ഥം ഉൾപ്പെടെയുള്ളവ നൽകിയതിനു ശേഷം ശുദ്ധീകരണ ക്രിയകളൊക്കെ നടത്തിയതിനു ശേഷം മൂലമന്ത്രം ചൊല്ലും. അതിനുശേഷം സാധാരണഗതിയിലുള്ള ദർശനം മാത്രമാണ്. ഇന്ന് വിശേഷാൽ പൂജകളും മറ്റൊന്നും തന്നെ ഇല്ല. എല്ലാ രീതിയിലുള്ള അല്ലെങ്കിൽ ദർശനം മാത്രമായിരിക്കും ഉണ്ടാവുക. നാളെ രാവിലെ മുതലാണ് യഥാർത്ഥത്തിൽ മറ്റ് വിശേഷാൽ പൂജകളും അതോടൊപ്പം തന്നെ അഭിഷേകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുക. നിലവിൽ ഈ 10:30 തന്നെ ദർശനം പൂർത്തിയാക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിനുശേഷം 11 മണിയോടെ ഹരിവരാസനം പാടി നട അടയ്ക്കും. പക്ഷേ ഹരിവരാസനം പാടി നട അടച്ച ശേഷമാണ് നിലവിലെ മേൽശാന്തി, അതായത് നിലവിലെ അരുൺകുമാർ നമ്പൂതിരി പടിയിറങ്ങുന്ന ചടങ്ങ് കൂടിയുള്ളത്. എങ്ങനെയാണോ ഇങ്ങോട്ടേക്ക് കയറിയത് സമാനമായി ഈ 18-ാം പടി ഇറങ്ങി തന്നെ അദ്ദേഹം പോകുന്ന സാഹചര്യം ഉണ്ടാകും. അത്തരത്തിൽ ഈ 18-ാം പടി ഇറങ്ങിയതിനു ശേഷമായിരിക്കും അദ്ദേഹം യാത്ര പറയുക. നാളെ മുതൽ പുതിയ മേൽശാന്തിമാരായിരിക്കും ഈ ക്ഷേത്രം നട തുറക്കുക എന്നുള്ളതാണ്. അത് ഇവിടെ ശബരിമലയിലായാലും ഒപ്പം തന്നെ സന്നിധാനത്തായാലും അതോടൊപ്പം തന്നെ ഈ മാളികപ്പുറത്തായാലും നാളെ മുതൽ, അതായത് മണ്ഡല പൂജകൾക്കുള്ള വൃശ്ചിക മാസത്തെ പൂജകൾക്കുള്ള നട തുറക്കുക നാളെ മുതലാണ്. സ്വാഭാവികമായും അത് ആണ് അല്ലെങ്കിൽ അതിനുശേഷമാണ് പ്രധാന ചടങ്ങുകളൊക്കെ നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആഴി സമർപ്പിക്കാനുള്ള സമയമാണ്. അല്പസമയത്തിനകം തന്നെ ശ്രീകോവിലിൽ നിന്നും ദീപവുമായി മേൽശാന്തി ആഴി സമർപ്പിക്കാനെത്തും. അതിനുശേഷമായിരിക്കും ചടങ്ങുകൾ നടക്കുക. എന്തായാലും എല്ലാ ഭക്തരും താഴെ കാത്തിരിക്കുന്നത് ആണ്. ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അയ്യപ്പനെ കാണാൻ കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി വ്രതമനുഷ്ഠിച്ച് അതിനുശേഷം കെട്ടി നിറച്ച് ഇരുമുടി നിറച്ച് പമ്പയിൽ കാത്തുനിന്ന് ഒടുവിൽ ഇങ്ങോട്ടേക്ക് സോപാനത്തിന് മുൻപാകെ എത്തിയെങ്കിലും ഇപ്പോഴും അയ്യപ്പനെ കാണാൻ അവർ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്.
അതിനുശേഷം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മേൽശാന്തി ഈ ദീപവുമായി എത്തും. അതിനുശേഷം അതായത് ആഴിയിൽ തീ പകർന്ന് അതിനുശേഷം അദ്ദേഹം മുകളിലേക്ക് കയറിയാൽ മാത്രമായിരിക്കും 18ാം പടി മറ്റുള്ള ആളുകൾക്കായി തുറന്നു കൊടുക്കുക. ചില ക്രമീകരണങ്ങൾ കൂടി, കാരണം നിലവിൽ ഇന്ന് കൂടുതൽ ആളുകൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയുള്ളവ മാത്രമാണ് ഉള്ളത്. ഓൺലൈനിൽ വെറും 20,000 പേർക്ക് മാത്രമാണ് ഇന്ന് അനുവദിച്ചിട്ടുള്ളത്. നാളെ മുതലാണ് 70,000 പേർക്ക് ഓൺലൈനിലൂടെയും അതോടൊപ്പം തന്നെ 20,000 പേർക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും ദർശനത്തിനുള്ള അനുമതിയുള്ളത്. സ്വാഭാവികമായും ഇന്ന് അത്രത്തോളം വലിയ തിരക്ക് ഒരു പക്ഷേ ഉണ്ടാവില്ല. പക്ഷെ അപ്പോഴും നമ്മൾ കാണേണ്ടത് ഇന്ന് കയറുന്ന മുഴുവൻ ആളുകളും നാളെ വീണ്ടും അഭിഷേകം ഉൾപ്പെടെയുള്ളവ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇറങ്ങുക എന്നുള്ളതാണ്. കാരണം ഇന്ന് ഈ രാവിലെയോ അല്ലെങ്കിൽ ഇപ്പോഴോ എത്തിയ ആളുകൾക്കൊന്നും തന്നെ ഈ ദർശനം നടത്തിയതിനു ശേഷം അഭിഷേകം ചെയ്യാനുള്ള അവസരമില്ല. ആ അഭിഷേകം നടത്തേണ്ടതും ഒക്കെ നാളെയാണ്. അപ്പോൾ സ്വാഭാവികമായും നാളെ രാവിലെ വീണ്ടും ദർശനം നടത്തുകയോ അല്ലെങ്കിൽ അഭിഷേകം നടത്തുകയോ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും മറ്റുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ ഭക്തരൊക്കെ പിരിയുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. സ്വാഭാവികമായും അത്തരത്തിൽ ഇന്ന് മുഴുവൻ ആളുകളും ക്യാമ്പ് ചെയ്ത് ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഇവിടെ തന്നെ വിരിവയ്ക്കുകയും അതിനുശേഷം ആളുകൾ നാളെ ദർശനം പൂർത്തിയാക്കി അല്ലെങ്കിൽ അഭിഷേകം പൂർത്തിയാക്കി മലയിറങ്ങുകയും ചെയ്യുക. എന്തായാലും ഇപ്പോൾ ക്ഷേത്രം തുറന്നതിന് ശേഷം ഇപ്പോൾ ആഴി നിറയ്ക്കാൻ അല്ലെങ്കിൽ ആഴിയിൽ തീ പകരാനുള്ള തയ്യാറെടുപ്പിലാണ് മേൽശാന്തി. അങ്ങോട്ടേക്ക് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നിരിക്കുകയാണ്. എന്തായാലും മറ്റ് ചടങ്ങുകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പുതിയ മേൽശാന്തിമാരെ അവരോധിക്കേണ്ടതുണ്ട്. നിലവിലെ മേൽശാന്തിയുടെ ഈ ഒരു കാലഘട്ടം അവസാനിക്കുകയാണ്. ഇന്ന് തന്നെ അദ്ദേഹം ശബരിമല ഇറങ്ങുകയും ചെയ്യും. നാളെ രാവിലെ മുതലാണ് കൂടുതൽ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക. സരീഷ് പി കെയാണ് കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് നൽകിയത്.